അതായത് ഒരു പേമാരി കണക്ക് മഴ പെയ്യുകയാണ്. ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ കാണാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ മറുകരയിലെ ആ ദൗത്യം അതിനെ മറയ്ക്കുന്ന തരത്തിൽ മഴത്തുള്ളികൾ ഗംഗാവലി പുഴയിലേക്ക് വീഴുന്നത് കാണാം. എത്രത്തോളം ഹെവി റെയിൻ അവിടെ പെയ്യുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കനത്ത മഴ, നല്ല കാറ്റുമുണ്ട്, അതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കാലാവസ്ഥാ പ്രവചനം ആകെ പറഞ്ഞിരുന്നത് അവിടെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്യും എന്നതായിരുന്നു. മേഘങ്ങൾ ധാരാളമായി കടലിൽ നിന്ന് കരയിലേക്ക് കയറി കിടക്കുന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. അങ്ങനെ കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇപ്പോഴത്തെ ദൗത്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ഈ ഭാഗം, അതായത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ 100-150 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച മണ്ണ് ഈ റോഡിനെ മറികടന്ന് ഈ പുഴയിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഈ ഭാഗം, ഇതാണ് ഇപ്പോഴത്തെ ഈ ദൗത്യത്തിൻ്റെ കേന്ദ്രം എന്ന് നമുക്ക് പറയാം. ഇവിടെയാണ് പരിശോധന നടക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ. ഇതാണ് വലിയ മിഷനറി മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെ അങ്ങനെ പരിശോധന നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കൃത്യമായ സൂചനകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ, അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോ സേനാ വക്താക്കളോ ഒന്നും ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വലിയ തോതിൽ മണ്ണ് ഇവിടേക്ക് ഇടിഞ്ഞു വീണ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന സകല വസ്തുവിനെയും പുഴയിലേക്ക് അത് നീക്കി എന്നതാണ് പറയുന്നത്. അത് അധിക ദൂരം പോയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന വിവരം കൂടിയുണ്ട്. ഇവിടെ വളരെ താഴേക്ക് ആഴത്തിൽ മണ്ണ് വീണ് കിടക്കുകയാണ്. മണ്ണിങ്ങനെ താഴേക്ക് ധാരാളമായി വീണ് കിടക്കുകയാണ്. എത്ര ടൺ, എത്ര ഹൈറ്റിൽ ആ മണ്ണുണ്ട് എന്ന് കൃത്യമായി അറിയില്ല. ആ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഈ ഭാഗത്ത് പ്രത്യേക ചില പരിശോധനകൾ നടത്തിയിരുന്നു. ആ സമയത്ത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പലരും ഈ ഭാഗം ഒഴിവാക്കരുത് എന്ന് സേനാ വിഭാഗങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാവികസേന മുങ്ങൽ വിദഗ്ധരുടെ അവർ രാവിലെ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ചുറ്റുപാടും, അതായത് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് വെറുതെ അല്ല ഇവിടെ നടക്കുന്ന തെരച്ചിൽ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ തെരച്ചിലിൽ എന്തൊക്കെ നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നത് ഒരു പക്ഷേ കുറച്ച് രഹസ്യ സ്വഭാവത്തിൽ ഇതിൽ പങ്കെടുക്കുന്നവർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അവിടെ കാർവാർ MLA മാധ്യമങ്ങളോട് പറഞ്ഞത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിൽ ചില വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും, അത് ഈ തെരച്ചിലിൽ പോസിറ്റീവാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ എന്തൊക്കെയോ ചില സൂചനകൾ ആ ഭാഗത്തുണ്ട്. കഴിഞ്ഞ 2-2.5-3 മണിക്കൂറായി ഈ ഒരു ഭാഗത്ത് മാത്രമായി തെരച്ചിൽ നടക്കുന്നത് ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കൃത്യം പറയാൻ കഴിയും. എന്തായാലും ആഴത്തിലുള്ള തെരച്ചിൽ ഇവിടെ ആവശ്യമാണ്, അത് നടക്കുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. കനത്ത മഴ ആ ഭാഗത്ത് തുടരുകയാണ്. പക്ഷേ ഇത്തരം ഹെവി മെഷീനറി ഉപയോഗിച്ചുള്ള തെരച്ചിലിന് മഴ ഒരു തടസ്സമാകുന്നില്ല. മഴ പെയ്യുമ്പോഴും ആ തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് ഈ പുഴയുടെ പകുതി ഭാഗത്തോളം മണ്ണ് വീണ് അതിൻ്റെ ഗതി മാറിയിരുന്നു. ഇവിടെയൊക്കെ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൺകൂമ്പാരങ്ങളാണ് ഈ കരയിൽ ആ സമയത്തുണ്ടായിരുന്ന സകല വസ്തുവിനെയും ആ പുഴയിലേക്ക് തള്ളി നീക്കിയത് എന്നതൊരു നിഗമനമാണ്. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. നമുക്കറിയാം, അർജുൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം വളരെ ദുഃഖത്തോടെ പറഞ്ഞിരുന്നു, ഈ ഭാഗത്ത് ലോറി കുടുങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവിടുന്ന് പലരും ആ കുടുംബത്തെ അറിയിച്ചു എന്നത്. പക്ഷേ ആ സമയത്ത് ആ ഭാഗത്തേക്ക് വീണ്ടും ഇവിടെ നിന്നൊക്കെ എടുത്ത മണ്ണ് കൂട്ടിയിട്ട് അതൊരു വലിയ മൺകൂനയാക്കി മാറ്റി. അവിടെ തെരച്ചിൽ പോലും നടത്തിയില്ല. അശാസ്ത്രീയമല്ലേ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലെന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അർജുൻ്റെ മാതാവ് വളരെ കണ്ണു നിറഞ്ഞ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഒരുപക്ഷേ അമ്മയൊക്കെ പറഞ്ഞ ഭാഗമായിരിക്കാം ഇത് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്.